ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ പറയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, അതായത് നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ. നമ്മുടെ വീഡിയോസ് ഇന്നലെ ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ഇനി ഇടയ്ക്ക് വീഡിയോസ് കുറച്ച് കുറയും കേട്ടോ. അതായത് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. വീഡിയോൻ്റെ അവസാനം ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരാഴ്ച വീഡിയോക്ക് കുറച്ച് കുറവുണ്ടാവുള്ളൂ. നെക്സ്റ്റ് വീക്ക് നമുക്ക് നന്നായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയാം. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളെ ഈ മലയാളത്തിൽ ചോദിക്കാറുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? പൊതുവായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇത്. നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാനായിട്ട് പറ്റും. നീ ഭക്ഷണം കഴിച്ചോ, ഡിഡ് യു ഈറ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓൺ ദി സ്പോട്ടിലാണ് ഒരാളോട് ചോദിക്കുന്നതെങ്കിൽ ഹാവ് യു ഈറ്റൻ ഫുഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ഈറ്റൻ എന്ന് ചോദിക്കാം. ഇനി ഹാവ് യു ഹാഡ് ഫുഡ് എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തരത്തിൽ നമുക്ക് നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനായിട്ട് പറ്റും. ഇനി അതിനൊരു ആൻസർ പറയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അല്ലേ? പല ആൻസറും പറയാം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ പല രീതിയിൽ നമുക്കിതിന് ആൻസേഴ്സ് പറയാം. അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ഈറ്റൺ എന്ന് പറയാം. ഐ ഹാവ് ഈറ്റൺ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഞാൻ ഭക്ഷണം കഴിച്ചു, ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ എയ്റ്റ് എന്ന് പറയാം. ഐ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ കഴിഞ്ഞതിന് ശേഷം ഡിഡ് പ്ലസ് ഈറ്റ് ആണ് ഈ എയ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്യില്ല. ഡിഡ് ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ നെഗറ്റീവിലൊക്കെയാണ് നമ്മൾ ഡിഡിനെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് പറയേണ്ടത് ഐ എയ്റ്റ്, ഞാൻ ഭക്ഷണം കഴിച്ചു. ഓക്കെ, നെക്സ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, അതായത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ പോകുന്ന ആ ഒരു സ്പോട്ടല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പം ആ ഒരു നിമിഷം അല്ലേ, നമ്മൾ എബൌട്ട് ടു യൂസ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറയണമെങ്കിൽ അത് നമ്മളിപ്പോൾ പോവുകയാണ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഗോയിങ് ഒക്കെ വരും. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു നിമിഷം പറയുകയാണ്, ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുങ്ങുന്ന ആ ഒരു സമയത്തിന് ഐ ആം അബൌട്ട് ടു ഈറ്റ് എന്ന് പറയാം. ഐ ആം അബൌട്ട് ടു ഈറ്റ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ്, നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം അല്ലേ? ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാത്ത സെൻറ്റൻസുകളാണ് കേട്ടോ. നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം, നമുക്ക് കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് അല്ലേ? ലെറ്റ്സ് ഈറ്റ് ക്വിക്കിലി, ലെറ്റ്സ് ഈറ്റ് ക്വിക്കിലി, നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം. നെക്സ്റ്റ്, ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മളൊക്കെ പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ? ഐ ഹാവ് ഇറ്റ് ഈറ്റൻ ഫുഡ്, ഐ ഹാവ് ഇറ്റ് ഈറ്റൻ ഫുഡ് എറ്റ്. ഇതുവരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഹാവിൻ്റെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യേണ്ടത്. ഐ ഹാവിൻറ്റ് ഈറ്റൻ ഫുഡ്. അപ്പോൾ ഹാവാസ് വരുന്ന സമയത്ത് വെർബ് വി 3 ഫോമിലായിരിക്കണം, അറിയാലോ. ഐ ഹാവിൻറ്റ് ഈറ്റൻ ഫുഡ് എറ്റ്, ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നെക്സ്റ്റ്, ഞാൻ വൈകി പോയത് കൊണ്ട്, അതായത് ഞാൻ വൈകിയത് കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഇപ്പോൾ ഓഫീസിലേക്ക് വൈകി പോയത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് വൈകി പോയത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ വൈകിയത് കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഐ കുഡിൻറ്റ് ഈറ്റ്, എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ്, കാരണം എന്താ? ഐ വാസ് ലേറ്റ്. ഐ കുഡിൻറ്റ് ഈറ്റ് ബിക്കോസ് ഐ വാസ് ലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാറുണ്ടല്ലോ, അവർ ഭക്ഷണം കഴിക്കാനിരുന്നതേയുള്ളൂ, അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതേയുള്ളൂ. അതായത് അവർ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ഇരിക്കുകയല്ല കേട്ടോ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് മുന്നിൽ കഴിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ, അവിടെ നമുക്ക് എന്ത് പറയാം? they were just about to eat, they were just about to eat, അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, അവർ ഭക്ഷണം കഴിക്കാതെ പോയി. ഇപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, അവർ ഭക്ഷണം കഴിക്കാതെ പോയി എന്നെങ്ങനെ പറയാം? ദേ വെന്റ് അല്ലെങ്കിൽ ദേ ലെഫ്റ്റ് വിത്തൗട്ട് ഈറ്റിംഗ് അല്ലേ? ഭക്ഷണം കഴിക്കാതെ പോയി, ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ വിത്തൗട്ട് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ
ദേ വെൻറ്റ് വിത്തൗട്ട് ഈറ്റിംഗ് അല്ലെങ്കിൽ ദേ ലെഫ്റ്റ് വിത്തൗട്ട് ഈറ്റിംഗ്. അവർ ഭക്ഷണം കഴിക്കാതെ പോയി. ഇനി നമുക്ക് ഈ സെൻറ്റൻസ് ഈറ്റിങ്ങിന് പകരം ഹാവിങ് യൂസ് ചെയ്ത് പറയാം കേട്ടോ. അങ്ങനെ ഹാവിങ്ങിന് പല മീനിങ്ങുകളും ഉണ്ടെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ മുൻപത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ദേ വെൻറ്റ് ഓർ ലെഫ്റ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദേ വെൻറ്റ് വിത്തൗട്ട് ഹാവിങ് ഫുഡ് എന്ന് പറയാം. ഹാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റിങ്ങിന് പകരമായി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, നിനക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു. നിനക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു. നമ്മളെല്ലാ ഫുഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കാതെ പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് നിനക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. You could have eaten from here. You could have eaten from here. നിനക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. You could have eaten പകരം had എന്ന് പറയാം. അതായത് ഹാവിൻ്റെ V3 ആണ് had എന്ന് പറയുന്നത്. ഹാവിന് പല മീനിങ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ you could have, ഇനി എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സെൻറ്റൻസ് കണ്ടാൽ അന്തം വിടണ്ട. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. യു കുഡ് ഹാവ് ഈറ്റിന് പകരം ഹാഡ് എന്ന് പറയാം. യു കുഡ് ഹാവ് ഹാഡ് ഫുഡ് ഫ്രം ഹിയർ. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ഇത് കഴിക്കാറില്ല. ഞാൻ മന്തി കഴിക്കാറില്ല. ഞാൻ ബ്രോസ്റ്റഡ് കഴിക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ അൽഫാം കഴിക്കാറില്ല. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ ഇത് കഴിക്കാറില്ല. അപ്പോൾ ആ സാധനം നമ്മൾ മുന്നിൽ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാറ്? ഞാൻ ഇത് കഴിക്കാറില്ല എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഞാൻ കഴിക്കാറില്ല, ആ ഒരു പതിവില്ലാത്തൊരു എനിക്കിഷ്ടമല്ല ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഐ ഡോണ്ട് ഈറ്റ് ദിസ്. ഐ ഡോണ്ട് ഈറ്റ് ദിസ്. ഞാനിത് കഴിക്കാറില്ല. ഇനി ഞാൻ മന്തി കഴിക്കാറില്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് ഈറ്റ് മന്തി. ഐ ഡോണ്ട് ഈറ്റ് ചിക്കൻ കറി അല്ലെങ്കിൽ ഐ ഡോണ്ട് ഈറ്റ് അൽഫാം. എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ പഠിച്ച് വെക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാത്തതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ആഡ് ചെയ്തുകൊണ്ട് ഐ ഡോണ്ട് ഈറ്റ് ഡാഷ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഇനി നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഒരാൾ നമുക്കൊരു ജ്യൂസ് വാങ്ങി തരാൻ വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പം പൈനാപ്പിൾ ജ്യൂസാണ്. നമ്മൾ ആ പൈനാപ്പിൾ ജ്യൂസ് കഴിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കൊരു പൈനാപ്പിൾ ജ്യൂസ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂൾ ബാറിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളത് കഴിക്കാത്തൊരു സംഭവമാണെങ്കിൽ വേണ്ട എന്ന് പറയുന്നത് നോ താങ്ക്സ് എന്ന് പറയാം. നോ താങ്ക്സ്, ഐ ഡോണ്ട് ഈറ്റ് ദിസ്. അല്ലെങ്കിൽ ഇപ്പം ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ഡ്രിങ്ക് ദിസ് എന്ന് പറയാം. ഐ ഡോണ്ട് ഡ്രിങ്ക് ദിസ് ജ്യൂസ്. ഐ ഡോണ്ട് ഡ്രിങ്ക് പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയാം. ഐ ഡോണ്ട് ഡ്രിങ്ക് പൈനാപ്പിൾ ജ്യൂസ്. അത് വല്ല ഫുഡ് ആണെങ്കിൽ ആ ഫുഡിൻ്റെ നെയിം നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നോ താങ്ക്സ്, ഐ ഡോണ്ട് ഡ്രിങ്ക് പൈനാപ്പിൾ ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി വീഡിയോസൊക്കെ ഈ ഒരു ആഴ്ച കുറച്ച് കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഈ വരുന്ന സൺഡേ, അതായത് 15-ാം തീയതി എൻ്റെ മകളുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും വിവരം അറിയിക്കുകയാണ്. അപ്പോൾ അത് കാരണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കഴിയുന്നതും ഞാൻ ഷോർട്സ് എങ്കിലും ഇടാനായിട്ട് ശ്രമിക്കും. ലോങ് വീഡിയോസ് വളരെ കുറവായിരിക്കും എന്ന് ഞാൻ പറയുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് കേട്ടോ. പറ്റുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. കഴിയുന്നതും ഞാൻ വീഡിയോസ് ചെയ്യും. പറ്റില്ലെങ്കിൽ അഥവാ ഇനി 2-3 ദിവസം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറ്റിയെന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജായിട്ട് അയക്കാറുണ്ട് കേട്ടോ. നമ്മളറിയാവുന്നവരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ. കാരണം ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ കണ്ടില്ലെങ്കിൽ എന്നാലും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലേ. ഷോർട്സുകളൊക്കെ ഇടാറുണ്ട്. അതുപോലെ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലെങ്ത്തുള്ള വീഡിയോസ് ചിലപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് കഴിഞ്ഞെന്ന് വരില്ല. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മിക്കവാറും ഇടാൻ ഞാൻ ശ്രമിക്കും. പറ്റില്ലെങ്കിൽ റീസൺ ഇതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വരുന്ന ഞായറാഴ്ചയാണ്, 15-ാം തീയതിയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഏതായാലും എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൽ തന്നെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എനിക്ക് പറ്റുന്ന മാതിരിയുള്ള കുറച്ച് വീഡിയോസുകൾ ഇടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചിലർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പം ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം നമ്മുടെ ക്ലാസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത വന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും.
ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. അതുമാത്രമേ ഞാനിതിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. എനിക്ക് വ്ളോഗ് ചെയ്യുന്ന വേറൊരു ചാനൽ ഉണ്ട് കേട്ടോ. അതിലധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, എങ്കിലും ഞാൻ നമ്മുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഡിലീറ്റ് ആയി പോകണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ചെയ്യും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മകളുടേതാണ്. അപ്പോൾ ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ എങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുള്ള ആളുകളൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും നിർബന്ധമായിട്ടും ക്ലിക്ക് ചെയ്യുകയും വേണം. അതായത് യെസ് ഓർ നോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വേണം എന്നുള്ളവർ യെസ് ചെയ്യുക, വേണ്ട എന്നുള്ളവർ നോ ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പോൾ ഇതിൽ വേറെ വ്ളോഗും കാര്യങ്ങളും ചെയ്യാൻ എനിക്കൊട്ടും താല്പര്യമില്ല. പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ മകളുടെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ. അത് നമ്മളിപ്പോൾ 10,16,000-ലേറെ ആളുകൾ ഇതിൽ നമ്മളുമായിട്ട് റിലേഷനുള്ളവരാണ്. അപ്പോൾ അതിൽ എല്ലാവരും ഒന്നും വീഡിയോസ് കാണണമെന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്കൊക്കെ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.